ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏജന്റ് കാർട്ടർ സീരീസിലെ സീസൺ 1 എപ്പിസോഡ് 3 ആണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ പെഗ്ഗിയുടെ ഓഫീസിലെ തോംസണും ടീമും അജ്ഞാതനായ ആളും പെഗ്ഗിയും കൂടെ ജാർവിസും എല്ലാവരും കൂടി നൈട്രമീൻ ബോംബ്സ് കൊണ്ടുപോയിരുന്ന ആ പാൽവണ്ടി ലക്ഷ്യമാക്കി വരികയാണ്. പെഗ്ഗിയാണ് ആ പാൽവണ്ടി ആദ്യമായിട്ട് കണ്ടെത്തിയതെങ്കിലും അജ്ഞാതനായ ആളും പെഗ്ഗിയും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ഫൈറ്റിന്റെ അവസാനം പെഗ്ഗിയും ജാർവിസും ഒരു വിധത്തിൽ രക്ഷപ്പെടുകയാണ്. പാൽവണ്ടിയും അതിലുണ്ടായിരുന്ന ബോംബുകളും കൂടെ അജ്ഞാതനായ ആളും ഒരു നദിയിലേക്ക് ചെന്ന് വീണ് പൊട്ടിത്തെറിക്കുന്നു. ഈ ബോംബുകൾ നിർമ്മിച്ചിരുന്ന ആളുകളിൽ ഒരാളായിരുന്ന സയന്റിസ്റ്റ് ഇതിന്റെ ഇടയ്ക്ക് മരിക്കുകയാണ്. മരിക്കുന്നതിന് മുൻപ് അയാൾ എന്തോ ഒരു സിംബൽ വരച്ച് കാണിച്ചിട്ടാണ് മരിക്കുന്നത്. തോംസണും ടീമും അവിടെ വന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് അവർക്കൊരു റൂമിന്റെ കീ കിട്ടുന്നത്. ആ കീ സത്യത്തിൽ അജ്ഞാതനായ ആളുടെ റൂമിന്റെ കീ ആയിരുന്നു. പക്ഷെ ഇതേ സമയത്ത് പെഗ്ഗിക്കെതിരെ ഒരു തെളിവും കൂടി ഉണ്ടായി. റോക്സോൺ ഇൻഡസ്ട്രീസിൽ നടന്ന പൊട്ടിത്തെറിയുടെ ഇടയ്ക്ക് ബാക്കി ലഭിച്ച സാധനങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ അതിൽ നിന്ന് പെഗ്ഗി കാർട്ടറും ജാർവിസും ഉപയോഗിച്ച ഹോവർഡ് സ്റ്റാർക്കിന്റെ കാറിന്റെ നമ്പർ പ്ലേറ്റ് ലഭിച്ചു. ഇനി എന്താണ് സംഭവിക്കുക അതറിയാനായി ഇന്നത്തെ എപ്പിസോഡ് മുഴുവനായി കാണുക. എന്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീരീസ് എക്സ്പ്ലെയിനർ. പെഗ്ഗി അവളുടെ പുതിയ ഹോസ്റ്റലിൽ നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്താണ് നോക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ആ സയന്റിസ്റ്റ് മരിക്കുന്നതിന് മുൻപ് എന്തോ ഒരു സിംബൽ മണ്ണിൽ വരച്ചു കാട്ടിയിരുന്നു. ആ സിംബലിനെ പറ്റി എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുമോ എന്നാണ് പെഗ്ഗി പല ബുക്കുകളിലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് പെഗ്ഗിയുടെ റൂമിന് പുറത്തുള്ള പൈപ്പ് ലൈനിൽ കൂടെ ആരോ കയറി വരുന്നത് പോലെ പെഗ്ഗിക്ക് തോന്നുന്നത്. പെഗ്ഗിയുടെ സംശയം വെറുതെ ആയില്ല. അവൾ അവിടെ പോയി നോക്കിയപ്പോ ഏതോ ഒരാൾ അവരുടെ ഹോസ്റ്റലിലെ പൈപ്പിൽ കൂടെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. പെഗ്ഗി ഒന്നും നോക്കിയില്ല. തന്റെ തോക്കെടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടി നീ ആരാണെന്ന് ചോദിക്കുന്നു. അയാൾ ആക്ച്വലി വില്ലനൊന്നും ആയിരുന്നില്ല. അയാളുടെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള മോളിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ രാത്രി അയാൾ പൈപ്പ് ലൈനിൽ കൂടെ കയറി വരുന്നത്. തൽക്കാലം പെഗ്ഗിയുടെ റൂമിൽ കൂടെ കയറിയിട്ട് എങ്ങനെയെങ്കിലും താൻ മോളിയുടെ റൂമിലേക്ക് എത്തിക്കോളാമെന്ന് അയാൾ പറയുന്നു. പക്ഷേ ഈ ഹോസ്റ്റലിൽ പുരുഷന്മാർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് പെഗ്ഗി കാർട്ടർ ജനലടച്ച് അയാളെ പുറത്താക്കുക. ഈ സമയത്ത് പെഗ്ഗിയുടെ ഓഫീസിലെ മേലധികാരിയും ഏജന്റ് ക്രിസ്മൻസ്കിയും കൂടി അവർക്ക് കിട്ടിയ അജ്ഞാതന്റെ കീ പരിശോധിച്ച് അയാൾ നിന്നിരുന്ന ഹോട്ടലിലെ അയാളുടെ റൂമിലേക്ക് എത്തുകയാണ്. ആ റൂമിൽ എത്തിക്കഴിഞ്ഞ് അവർ ഒരുപാട് സെർച്ച് ചെയ്തു. പല രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി അയാൾ ഫേക്ക് ആയിട്ടുണ്ടാക്കിയ പല പാസ്പോർട്ടും അവർ കണ്ടെത്തി. അപ്പോഴാണ് മേലധികാരിയുടെ കണ്ണ് അവിടെ ഇരുന്ന ആ ടൈപ്പ് റൈറ്റർ മെഷീനിൽ പതിക്കുന്നത്. ഈ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ വെച്ചാണ് അജ്ഞാതനായ ആൾ വേറെ ആരോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ തമ്മിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് ഈ ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ചാണ്. ഈ സാധനത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് വിചാരിച്ച് മേലധികാരി അത് കൂടെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ തോന്നാൻ കാരണം ആ ടൈപ്പ് റൈറ്ററിന്റെ അടുത്ത് ഒരുപാട് ദൂരം സിഗ്നലുകൾ അയക്കാൻ പറ്റിയ ഒരു ഡിവൈസും കൂടി അയാൾ കണ്ടു. അപ്പോൾ ഇത് വെച്ച് അജ്ഞാതനായ ആൾ ആരോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുമെന്ന് മേലധികാരിക്ക് തോന്നി. അതുകൊണ്ടാണ് അയാൾ ഈ ടൈപ്പ് റൈറ്റർ കൂടെ കൊണ്ടുപോകുന്നത്. സീൻ ചേഞ്ച് ആവുന്നു. അടുത്ത ദിവസം രാവിലെ പെഗ്ഗിയുടെ ഹോസ്റ്റലിലെ എല്ലാ സ്ത്രീകളും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെഗ്ഗിയുടെ കൂട്ടുകാരിയായിട്ടുള്ള ആൻജി പെഗ്ഗിയോട് ജാർവിസിനെ പറ്റി ചോദിക്കുകയാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് പെഗ്ഗിയുടെ കൂടെ ജാർവിസിനെ കാണാറുണ്ടല്ലോ, അതുകൊണ്ട് ജാർവിസ് പെഗ്ഗിയുടെ ലവർ ആയിരിക്കുമെന്ന് ആൻജി തെറ്റിദ്ധരിച്ചു. പക്ഷെ പെഗ്ഗി ആൻജിയോട് ഒന്നും തന്നെ പറയുന്നില്ല. നീ കണ്ട ആൾ എന്റെ സുഹൃത്ത് മാത്രമാണെന്നാണ് പെഗ്ഗി പറയുന്നത്. അങ്ങനെ പറഞ്ഞ് പെഗ്ഗി പോകാൻ നേരത്താണ് ഈ ഹോസ്റ്റലിന്റെ ഓണർ ആയിട്ടുള്ള സ്ത്രീ അങ്ങോട്ട് വരുന്നത്. എല്ലാവരോടും ഒരു കാര്യം പെട്ടെന്ന് പറയാമെന്ന് പറഞ്ഞ് അവർ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. അവരാദ്യം ഈ ഹോസ്റ്റലിന്റെ ചരിത്രത്തെ പറ്റി പറയുകയാണ്. അതായത് ഇതുവരെ ഈ ഹോസ്റ്റലിൽ പുരുഷന്മാരെ കയറ്റാൻ താൻ സമ്മതിച്ചിട്ടില്ലെന്നും, പക്ഷെ ഇന്നലെ രാത്രി ഇവിടെ താമസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശ്രദ്ധ കുറവ് കാരണം ഒരു പുരുഷൻ ഈ ഹോസ്റ്റലിലേക്ക് കയറിയിട്ടുണ്ടെന്നും ഹോസ്റ്റൽ ഓണറായ സ്ത്രീ പറയുകയാണ്. ആൾ ആരാണെന്നും അവർ കണ്ടുപിടിച്ചിരുന്നു. അവർ പെട്ടെന്ന് പെഗ്ഗിയുടെ അടുത്തിരുന്ന മോളിയോട് പോയി ഡ്രസ്സും സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്ത് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറയുകയാണ്. മോളിക്ക് വേറെ പറയാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ചെയ്ത കാര്യം ഹോസ്റ്റൽ ഓണർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഈ ഹോസ്റ്റലിലെ നിയമം അനുസരിച്ച് അങ്ങനെ ഒരു പുരുഷനെ കടത്തിയിട്ടുണ്ടെങ്കിൽ പുറത്തു പോവുക തന്നെ വേണം. വളരെ വിഷമത്തോടെയാണെങ്കിലും തന്റെ കൂട്ടുകാരികളോടൊക്കെ ബൈ പറഞ്ഞ് മോളിക്ക് ആ ഹോസ്റ്റലിൽ നിന്ന് പോകേണ്ടി വന്നു. മോളി പോയി കഴിഞ്ഞ് ഇനി ഏതെങ്കിലും ഒരു ഈ ഹോസ്റ്റലിലേക്ക് പുരുഷന്മാരെ കയറ്റാൻ ശ്രമിച്ചാൽ ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് ഓണർ പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് പെഗ്ഗിയുടെ ഓഫീസാണ്. അവിടെ മേലധികാരിയും തോംസണും ക്രിസ്മൻസ്കിയും കൂടി ആ ടൈപ്പ് റൈറ്റർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈപ്പ് റൈറ്റർ വെച്ച് ദൂരത്തേക്ക് മെസ്സേജ് അയക്കാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ എത്ര ദൂരത്തോട്ട്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഈ മെസ്സേജ് അയക്കുന്നത്, ഇതൊക്കെയാണ് അവർ കണ്ടുപിടിക്കാനായിട്ട് നോക്കുന്നത്. മാത്രമല്ല ആ മരിച്ച സയന്റിസ്റ്റിന്റെയും അജ്ഞാതനായ ആളുടെയും കഴുത്തിൽ വൈ പോലെയുള്ള ഒരു മാർക്ക് കണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. സയന്റിസ്റ്റിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ മാർക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിലുള്ള ആളുകളുടെ തൊണ്ട അല്ലെങ്കിൽ വോക്കൽ കോഡ്, സംസാരിക്കാനുള്ള ശേഷി എടുത്ത് കളയപ്പെടും. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ഡിവൈസിന്റെ സഹായമില്ലാതെ
സംസാരിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ആ ടീമിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ടൈപ്പ് റൈറ്ററിന്റെ കാര്യത്തിലൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ടപ്പോ മേലധികാരി അജ്ഞാതന്റെ റൂമിൽ നിന്ന് കിട്ടിയ പാസ്പോർട്ടുകൾ പരിശോധിക്കാൻ ഏജന്റ് തോംസണോട് പറയുകയാണ്. ഈ സമയത്താണ് ഏജന്റ് സൂസ അങ്ങോട്ട് വരുന്നത്. പെഗ്ഗിയും ജാർവിസും സഞ്ചരിച്ചിരുന്ന കാറിന്റെ നമ്പർ പ്ലേറ്റ് ഇവർ കണ്ടെത്തിയെന്ന് പറഞ്ഞല്ലോ. ആ നമ്പർ പ്ലേറ്റ് പരിശോധിച്ചപ്പോ ആ കാറിന്റെ ലൈസൻസ് ഹോവാർഡ് സ്റ്റാർക്കിന്റെ പേരിലാണെന്ന് സൂസയ്ക്ക് മനസ്സിലായി. ഈ കാര്യം സൂസ മേലധികാരിയോടും മറ്റുള്ളവരോടും പറയുകയാണ്. ഹോവാർഡ് സ്റ്റാർക്കിന് ഒരുപാട് കാലമായി അവർ ഇവിടെ തെരയുന്നു. മാത്രമല്ല ഇത്ര റിസ്ക് ഉള്ള ബോംബ് പൊട്ടുന്ന പോലത്തെ ഒരു പരിപാടിക്ക് ഹോവാർഡ് സ്റ്റാർക്ക് നേരിട്ട് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് കാർ ഓടിച്ചിരുന്നത് മറ്റാരെങ്കിലും ആയിരിക്കുമെന്ന് അവർ ഉറപ്പിക്കുന്നു. പിന്നെ അവർ അതിനുള്ള അന്വേഷണമായി. കാർ ഹോവാർഡ് സ്റ്റാർക്കിന്റെയാണ്. ഹോവാർഡ് സ്റ്റാർക്കിനെ ഇവർക്ക് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും സംശയം പോകുന്നത്, അല്ലെങ്കിൽ ഇവർ ചോദ്യം ചെയ്യാനായിട്ട് ആദ്യം തിരഞ്ഞെടുക്കുന്നത് ഹോവാർഡ് സ്റ്റാർക്കിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജാർവിസിനെ ആയിരിക്കും. സീൻ ചേഞ്ച് ആവുന്നു. അടുത്ത ദിവസം പെഗ്ഗി ജാർവിസിനെ കാണാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ജാർവിസ് ആ സമയത്ത് വീട്ടിൽ അത്യാവശ്യം പണിയൊക്കെ ചെയ്ത് തന്റെ ഭാര്യയോട് ബൈ പറഞ്ഞ് പെഗ്ഗിയുടെ കൂടെ ഇറങ്ങുകയാണ്. എന്തിനാണ് പെഗ്ഗി വന്നതെന്ന് ജാർവിസ് ചോദിക്കുന്നു. അപ്പോഴാണ് പെഗ്ഗി പറയുന്നത്, ഇന്നലെ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് ഒരാൾ കയറി. അയാൾ ഏത് വഴിയാണ് കയറിയതെന്ന് അയാൾ കയറിയ റൂം ചെക്ക് ചെയ്ത് ഹോസ്റ്റൽ ഓണർ കണ്ടെത്തി. അതുപോലെ തന്നെ ഹോവാർഡ് സ്റ്റാർക്കിന്റെ ടെക്നോളജി മോഷണം പോയ സ്ഥലത്തുകൂടെ പരിശോധിക്കുമ്പോൾ ആരാണ് മോഷ്ടിച്ചതെന്ന് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും ഏത് വഴിക്കാണ് മോഷ്ടിച്ചതെന്ന് ഒരുപക്ഷെ കണ്ടെത്താൻ സാധിച്ചേക്കും. ഒരു കാര്യം നിങ്ങളെ നേരത്തെ ഓർമ്മിപ്പിക്കുന്നു, ഹോവാർഡ് സ്റ്റാർക്കിന്റെ ടെക്നോളജി മോഷണം പോയ സ്ഥലമൊന്നും പോലീസിനോ മറ്റുള്ളവർക്കോ അറിയില്ല. അത് ഹോവാർഡ് സ്റ്റാർക്കിനും ജാർവിസിനും പെഗ്ഗിക്കും മാത്രമേ അറിയൂ. അപ്പോ പെഗ്ഗി പറഞ്ഞതനുസരിച്ച് ജാർവിസ് പെഗ്ഗിയെ കൊണ്ട് ഹോവാർഡ് സ്റ്റാർക്കിന്റെ ടെക്നോളജി മോഷണം പോയ സ്ഥലത്തേക്ക്, അതായത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പെട്ടെന്നാണ് ഹോവാർഡ് സ്റ്റാർക്കിന്റെ ആ വീട്ടിലേക്ക് ഏജന്റ് തോംസണും ഏജന്റ് സൂസയും കൂടി വരുന്നത്. അവർ വാതിലിൽ മുട്ടുന്നു. പെഗ്ഗിയെ അവിടെ കണ്ടാൽ എന്തായാലും പെഗ്ഗിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതുകൊണ്ട് പെഗ്ഗി അവിടെ മാറിപ്പോയി ഒളിച്ചു നിൽക്കുകയാണ്. ജാർവിസ് വന്ന് കതക് തുറക്കുന്നു. കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറി നടന്ന ഒരു സ്ഥലത്ത് നിന്ന് മിസ്റ്റർ ഹോവാർഡ് സ്റ്റാർക്കിന്റെ കാറിന്റെ നമ്പർ പ്ലേറ്റ് കിട്ടിയ കാര്യം ഏജന്റ് തോംസൺ ജാർവിസിനോട് പറയുകയാണ്. തൽക്കാലം ഹോവാർഡ് സ്റ്റാർക്ക് ഇല്ലാത്തതുകൊണ്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി ജാർവിസിനോട് അവരുടെ കൂടെ ചെല്ലാൻ പറയുകയാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം മുൻകൂട്ടി കണ്ട് പെഗ്ഗി ജാർവിസിനോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിരുന്നു. അവരെന്ന് പോയ കാർ എത്രയും പെട്ടെന്ന് നശിപ്പിച്ചു കളയാനും ആ കാർ കാണാതെയായി എന്ന് ഒരു പരാതി കൊടുക്കാനുമാണ് പെഗ്ഗി ജാർവിസിനോട് പറഞ്ഞിരുന്നത്. ജാർവിസ് അതുപോലെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യം ഏജന്റ് തോംസനോട് പറയുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കുറ്റത്തിന്റെ കാര്യമായതുകൊണ്ട് ജാർവിസ് അവരുടെ കൂടെ ചെന്നേ പറ്റൂവെന്ന് ഏജന്റ് തോംസൺ പറയുകയാണ്. ജാർവിസിന് തൽക്കാലം വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ ഏജന്റ് തോംസന്റെ കൂടെ പെഗ്ഗിയുടെ ഓഫീസിലേക്ക് പോവുകയാണ്. പെഗ്ഗി അവിടെ ഒളിച്ചു നിൽക്കുന്ന കാര്യം വന്ന ഏജന്റ്സ് ആരും കണ്ടില്ല. ഏജന്റ് തോംസൺ ജാർവിസിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അജ്ഞാതനായ ആളുടെ ഫോട്ടോ കാണിച്ചിട്ട് അയാളെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ഏജന്റ് തോംസൺ ജാർവിസിനോട് ചോദിക്കുകയാണ്. പക്ഷെ ജാർവിസ് തനിക്കൊന്നും അറിയില്ലെന്ന് പറയുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഹോവാർഡ് സ്റ്റാർക്കിനെ പറ്റിയും ഹോവാർഡ് സ്റ്റാർക്ക് ജാർവിസിന് എത്ര പണം തന്നു എന്നും അങ്ങനെ പല കാര്യങ്ങളും ഏജന്റ് തോംസൺ ജാർവിസിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ജാർവിസ് ഒന്നും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. ഇത് കണ്ടപ്പോ ജാർവിസ് അത്യാവശ്യം സ്മാർട്ട് ആണെന്നുള്ള കാര്യം ഏജന്റ് തോംസൺ മനസ്സിലായി. അപ്പോൾ അയാൾ വേറൊരു സൂത്രം ഇറക്കുകയാണ്. അയാൾ ജാർവിസിനോട് വേറെ തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജാർവിസിനെ ഹോവാർഡ് സ്റ്റാർക്കിന്റെ പോലെ ഒരു ദേശദ്രോഹിയായി മുദ്രകുത്തി, അല്ലെങ്കിൽ ദേശദ്രോഹിയായ ഹോവാർഡ് സ്റ്റാർക്കിനെ സഹായിച്ച ആളെന്ന് മുദ്രകുത്തി ജാർവിസിനെയും അയാളുടെ ഭാര്യയെയും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമെന്ന് പറയുകയാണ്. ഈ കാര്യം തന്റെ ഭാര്യ അറിഞ്ഞാൽ അവൾ എത്രമാത്രം വിഷമിക്കുമെന്നൊക്കെ ജാർവിസിനോട് ഏജന്റ് തോംസൺ പറയുകയാണ്. ഭാര്യയുടെ കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ ജാർവിസിന് ദേഷ്യം വരാൻ തുടങ്ങി. ഈ പ്രശ്നത്തിന്റെ ഇടയിലേക്ക് തന്റെ ഭാര്യയെ വലിച്ചഴക്കരുതെന്ന് ജാർവിസ് ഏജന്റ് തോംസനോട് പറയുന്നു. അപ്പോൾ ഏജന്റ് തോംസണും മേലധികാരിക്ക് മനസ്സിലായി ജാർവിസ് അല്പമൊക്കെ പേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ചോദ്യം ചെയ്യുകയാണെങ്കിൽ പല സത്യങ്ങളും ചിലപ്പോൾ അയാൾ തുറന്നു പറയുമെന്ന്. ഈ സമയത്ത് ഓഫീസിലുണ്ടായിരുന്ന പെഗ്ഗി കാർട്ടർ പുറത്തുനിന്ന് ഈ ചോദ്യം ചെയ്യലൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ജാർവിസ് കാർ പോയെന്ന് പറഞ്ഞ് ഒരു പരാതി തന്നിരുന്നില്ലേ എന്ന് മേലധികാരിയോട് പെഗ്ഗി ചോദിക്കുകയാണ്. അവർ ജാർവിസിനോടും പെഗ്ഗിയോടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജാർവിസ് അങ്ങനെ കംപ്ലൈന്റ് തന്നതായിട്ട് ഇവിടെ കാണാനില്ലെന്നും കംപ്ലൈന്റ് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഫയൽ കാണാതെയായി എന്നുമാണ്. പക്ഷെ പെഗ്ഗിക്ക് ഒരു കാര്യം മനസ്സിലായി, ജാർവിസിനെ കൊടുക്കാൻ വേണ്ടിയാണ് മേലധികാരി ഇങ്ങനെ പറയുന്നത്. കാരണം ജാർവിസ് തന്ന കംപ്ലൈന്റിന്റെ ഫയൽ അവിടെ ഒരു മേശയിൽ ഇരിക്കുന്നുണ്ട്. അത് കാണാതെയായി എന്ന് കള്ളം പറഞ്ഞാണ് ജാർവിസിനെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കിട്ടുകയാണെങ്കിൽ പിന്നെ ജാർവിസിനെ കസ്റ്റഡിയിൽ വെക്കാൻ ഇവർക്ക് സാധിക്കില്ല. മേലധികാരി തോംസണും ജാർവിസുമുള്ള റൂമിലേക്ക് പോവുകയാണ്. ഈ തക്കം നോക്കി പെഗ്ഗി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതോ ഒരു ഫയൽ എടുത്തുകൊണ്ടുവന്ന് അതിലൊരു പ്രധാന കാര്യത്തിന് ഒപ്പ് വേണമെന്ന് പറഞ്ഞ് മേലധികാരിയുടെ ഒപ്പ് വാങ്ങുകയാണ്. അതിനുശേഷം തിരിച്ചുപോയ പെഗ്ഗി ജാർവിസ് കാർ കാണാതെയായി എന്ന് പറഞ്ഞു കൊടുത്ത കംപ്ലൈന്റ് എടുത്തുകൊണ്ടുവന്ന് മേലധികാരിയോട് താൻ മറ്റേ ഫയൽ കൊണ്ടുവയ്ക്കാൻ പോയപ്പോ കാണാതെയായ കാർ കംപ്ലൈന്റിന്റെ ഫയൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നെന്നും അത് തന്റെ കയ്യിൽ കിട്ടിയെന്നും പറയുകയാണ്. ഈ കാര്യം ജാർവിസിന്റെ മുന്നിൽ വെച്ചാണ് പെഗ്ഗി പറയുന്നത്. ജാർവിസ് പിന്നെ സമയം വേസ്റ്റ് ആക്കിയില്ല. ജാർവിസ് എഴുന്നേറ്റ് നിന്ന് എന്തായാലും എന്റെ കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക് എന്നെ ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ പെഗ്ഗി ജാർവിസിനെ തൽക്കാലത്തേക്ക് രക്ഷിക്കുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ്
മേലധികാരിയുടെ വായിലിരുന്ന ചീത്ത മുഴുവൻ പെഗ്ഗിക്കാണ് കൊള്ളുന്നത്. വളരെ കഷ്ടപ്പെട്ട് ജാർവിസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇത്ര ചോദ്യം ചെയ്ത് അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാറായപ്പോഴേക്കും എന്തിനാണ് നീ ആ ഫയൽ എടുത്തുകൊണ്ട് വന്നതെന്ന് ചോദിച്ചാണ് മേലധികാരി പെഗ്ഗിയെ വഴക്ക് പറയുന്നത്. ഒരുപാട് വഴക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ പെഗ്ഗിക്കും വിഷമമായി. സീൻ ചേഞ്ച് ആവുന്നു. പെഗ്ഗിയുടെ റൂമിൽ അവൾ എങ്ങോട്ടോ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ രാവിലെ ജാർവിസിന്റെ കൂടെ ഹോട്ട്സ്റ്റാർക്കിന്റെ ടെക്നോളജി മോഷണം പോയ സ്ഥലത്തേക്ക് ചെല്ലാൻ പോയപ്പോഴാണ് ഏജന്റുമാർ വന്ന് ജാർവിസിനെ കൊണ്ടുപോയത്. അതുകൊണ്ട് ആ സമയത്ത് അവിടേക്ക് പോകാൻ പെഗ്ഗിക്ക് പറ്റിയില്ല. ഇപ്പൊ സമയം രാത്രിയാണ്. അതുകൊണ്ട് ജാർവിസിന്റെ കൂടെ ഹോട്ട്സ്റ്റാർക്കിന്റെ ടെക്നോളജി മോഷണം പോയ സ്ഥലത്തേക്കാണ് പെഗ്ഗി പോകാനായിട്ട് ഒരുങ്ങുന്നത്. ഈ സമയത്താണ് പെഗ്ഗിയുടെ സുഹൃത്തായിട്ടുള്ള ആൻജി അങ്ങോട്ട് കടന്നു വരുന്നത്. ആൻജി കടന്നു വന്ന ഉടനെ അവളുടെ അന്നത്തെ ദിവസത്തെ പറ്റി പറയാൻ തുടങ്ങുന്നു. ആൻജി പറഞ്ഞു തുടങ്ങിയാൽ ഇപ്പോഴൊന്നും തീരില്ലെന്ന് പെഗ്ഗിക്ക് അറിയാം. അതുകൊണ്ട് പെഗ്ഗി തൽക്കാലം തനിക്ക് ഇത് കേൾക്കാൻ സമയമില്ലെന്ന് ആൻജിയോട് പറയുകയാണ്. പെഗ്ഗിക്ക് താൻ സംസാരിക്കുന്നത് ഇഷ്ടമാവുന്നില്ലെന്നും പെഗ്ഗി തന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്നും ആൻജിക്ക് തോന്നി. അതുകൊണ്ട് ഒരു ശല്യമായി മാറണ്ടെന്ന് കരുതി ആൻജി പെഗ്ഗിയോട് പിണങ്ങി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആ സമയത്താണ് ആ ഹോസ്റ്റലിലേക്ക് പുതിയതായിട്ട് താമസിക്കാൻ വന്ന ഡൊറോത്തി എന്ന് പറയുന്ന ഒരു പാവം പെൺകുട്ടിയെ ഹോസ്റ്റൽ ഓണർ പെഗ്ഗിക്കും ആൻജിക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ പെഗ്ഗി കാർട്ടറും ജാർവിസും കൂടി ഹോട്ട്സ്റ്റാർക്കിന്റെ വീട്ടിൽ മോഷണം നടന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. മോഷണം നടന്ന ആ സുരക്ഷിതമായ റൂമിൽ താഴേക്കായിട്ട് ഒരു വലിയ കുഴിയാണ് കാണാൻ പറ്റുന്നത്. അതിലൂടെയാണ് സാധനങ്ങൾ മോഷ്ടിച്ച് കൊണ്ടുപോയിരിക്കുന്നത്. പെഗ്ഗിയും ജാർവിസും കൂടി ആ കുഴിയിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ 2 വഴികൾ കാണുന്നു. മോഷ്ടിച്ച ആൾ ഏത് വഴിക്കായിരിക്കും സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാവുക? ഇങ്ങനെ ഒരു സംശയം വരികയാണ്. അപ്പോൾ ഏജന്റ് കാർട്ടർ മോഷണം നടന്ന ദിവസത്തിലെ കാര്യങ്ങൾ ജാർവിസിനോട് ചോദിക്കുന്നു. അന്ന് രാത്രി മോഷണം നടന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നെന്ന് ജാർവിസ് പറയുകയാണ്. അപ്പോഴാണ് പെഗ്ഗി തന്റെ ബുദ്ധി ഉപയോഗിക്കുന്നത്. അവർ വന്ന് നിൽക്കുന്നത് ഒരു ഡ്രെയിനേജിലായിരുന്നു. മഴയുള്ള ദിവസമാണെങ്കിൽ ആ ഡ്രെയിനേജ് മുഴുവൻ മഴവെള്ളം നിറഞ്ഞിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ സമയത്ത് മോഷ്ടിച്ച സാധനങ്ങൾ കൊണ്ട് ഒഴുക്കിനെതിരെ നീങ്ങുക എന്ന് പറയുന്നത് മോഷ്ടിച്ച ആളെ സംബന്ധിച്ച് അത്ര സുഖമുള്ള കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അയാൾ ആ ദിവസം മോഷ്ടിച്ച സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ബോട്ട് പോലെയുള്ള എന്തെങ്കിലും ഒരു ചെറിയ വാഹനം ഉപയോഗിച്ചിരിക്കും. അങ്ങനെ ഒഴുക്കിന്റെ ദിശയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ അവിടെയുള്ള കടലിന്റെ ഭാഗത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. താൻ കണ്ടെത്തിയത് ശരിയായിരിക്കുമെന്ന് വിശ്വസിച്ച് പെഗ്ഗിയും ജാർവിസും കൂടി വെള്ളം ഒഴുകാൻ സാധ്യതയുള്ള ദിശയിലേക്ക് നടക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ജാർവിസ് എന്തിനാണ് ഹോട്ട്സ്റ്റാർക്കിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ പെഗ്ഗി ചോദിക്കുന്നു. ജാർവിസിന്റെ ഇപ്പോഴത്തെ ഭാര്യയെ യുദ്ധത്തിന്റെ സമയത്ത് ജൂയിഷ് അല്ലെങ്കിൽ ജൂതമതത്തിൽപ്പെട്ടവളായതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് നാട് കടത്താൻ പോവുകയായിരുന്നു. ആ സമയത്ത് ഹോട്ട്സ്റ്റാർക്കിന്റെ ഇടപെടലുകൾ കാരണമാണ് അവളെ പുറത്താക്കാതെ ഇരുന്നത്. ഇത് ഹോട്ട്സ്റ്റാർക്കിന്റെ അസിസ്റ്റന്റ് ആവാനായിട്ടുള്ള ജാർവിസിന്റെ കാരണങ്ങളിൽ ഒന്നു മാത്രമാണ്. ഹോട്ട്സ്റ്റാർക്കാണ് ജാർവിസിന്റെ ഭാര്യയെ നാട് കടത്തുന്നതിൽ നിന്ന് രക്ഷിച്ചതെന്നുള്ള കാര്യം അവൾക്കറിയില്ല. മാത്രമല്ല ജാർവിസ് ഹോട്ട്സ്റ്റാർക്കിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യവും ജാർവിസിന്റെ ഭാര്യയ്ക്ക് അറിയില്ല. ഇങ്ങനെ അവർ സംസാരിച്ച് മുന്നോട്ട് നീങ്ങുന്നു. ഈ സമയത്ത് പെഗ്ഗിയുടെ ഓഫീസിൽ ഏജന്റ് സൂസയും ഏജന്റ് ക്രസ്മെൻസ്കിയും കൂടി അജ്ഞാതനായ ആളുടെ പാസ്പോർട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഏജന്റ് ക്രസ്മെൻസ്കി പെഗ്ഗിക്ക് ഇവിടെയുള്ള പുരുഷന്മാരോട് ഒരു ബഹുമാനവുമില്ലെന്ന് പറയുകയാണ്. അപ്പൊ നല്ലവനായ ഏജന്റ് സൂസ പറയുന്നു, അങ്ങോട്ട് ബഹുമാനം കൊടുത്താലേ ഇങ്ങോട്ട് ബഹുമാനം കിട്ടുമെന്ന്. ഇത് കേട്ടപ്പോൾ ഏജന്റ് ക്രസ്മെൻസ്കിക്ക് ദേഷ്യം വന്നു. അയാൾ ഏജന്റ് സൂസയെ കളിയാക്കിക്കൊണ്ട് നിനക്ക് പെഗ്ഗിയോട് ലവ് ആണോ എന്ന് ചോദിക്കുകയാണ്. ഏജന്റ് സൂസ തനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുകയാണ്. അപ്പോൾ ക്രസ്മെൻസ്കി വീണ്ടും സൂസയെ കളിയാക്കുന്നു. അതായത് പെഗ്ഗി കാർട്ടർ ക്യാപ്റ്റൻ അമേരിക്കയെ പോലെ ഒരാളുടെ ലവറായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ നിന്നെ പോലെ ഒരു കാല് പോയവനെ എങ്ങനെ സ്നേഹിക്കും? അതുകൊണ്ട് അങ്ങനെ വല്ല മോഹം മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പോഴേ ഉപേക്ഷിച്ചേക്കാൻ പറയുന്നു. ഇത് കേട്ട് സൂസയ്ക്ക് അല്പം വിഷമമായി. പക്ഷെ അദ്ദേഹം പുറത്ത് കാണിക്കുന്നില്ല. ഈ സമയത്ത് പെഗ്ഗിയും ജാർവിസും കൂടി ആ ടണലിൽ കൂടെ നടന്ന് ഏറ്റവും അറ്റത്തെത്തി. അവിടെ ചെന്ന് ദൂരേക്ക് നോക്കിയപ്പോഴാണ് ഒരുപാട് കപ്പലുകൾ കിടക്കുന്നത് കാണുന്നത്. പെഗ്ഗി ഒരു ബൈനോക്കുലർ എടുത്ത് അവിടെ മൊത്തം സൂക്ഷിച്ചു നോക്കുന്നു. അപ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പെഗ്ഗി കണ്ടെത്തുന്നത്. അവിടെയുള്ള ഒരു കപ്പലിൽ മാത്രം നേരത്തെ മരിച്ച സയന്റിസ്റ്റ് മണ്ണിൽ വരച്ചു കാട്ടിയ ആ ചിഹ്നം, ആ സിംബൽ പതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പോകേണ്ടത് ആ സിംബൽ കാണിച്ചിരിക്കുന്ന കപ്പലിലേക്കാണ്. പെഗ്ഗിയും ജാർവിസും കൂടി ആ ടണലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് ഒരു കാർ എടുത്ത് ആ കപ്പലിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവർ കപ്പലിന്റെ ഉള്ളിൽ കയറി. ആ കപ്പലിന്റെ ഉള്ളിൽ കയറി ഒരുപാട് പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം പെഗ്ഗി കണ്ടെത്തി. സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് എന്നെഴുതിയിരിക്കുന്ന ഒരുപാട് പെട്ടികൾ ആ കപ്പലിന്റെ അടിത്തട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതും മോഷണം പോയ പെട്ടികൾ ഉൾപ്പെടുന്നതാണ്. പെഗ്ഗി ചെന്ന് അത് തുറന്നു നോക്കുന്നു. അതിന്റെ ഉള്ളിൽ ഹോട്ട്സ്റ്റാർക്ക് നിർമ്മിച്ച വളരെ വിചിത്രമായ ഒരു മെഷീൻ ഉണ്ട്. ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് പെഗ്ഗി ജാർവിസിനോട് ചോദിക്കുകയാണ്. ജാർവിസ് ആലോചിച്ച ശേഷം അദ്ദേഹത്തിന് ഈ ഡിവൈസിനെ പറ്റി അറിയുന്ന കാര്യം പറയുന്നു. ഈ മെഷീൻ കൊണ്ട് ഒരാളുടെ ശരീരത്തിൽ തൊടുകയാണെങ്കിൽ അയാളുടെ മസിലുകൾ വലിഞ്ഞു മുറുകി ഇത് തൊടുന്ന ഭാഗത്തെ എല്ലുകളൊക്കെ ഒടിഞ്ഞു നുറുങ്ങിപ്പോകും. എന്തായാലും ഈ കാര്യം കണ്ടെത്തിയത് തന്റെ ഓഫീസിലുള്ള ഏജന്റ്മാരോട് പെഗ്ഗി പറയാൻ പോവുകയാണ്. പക്ഷെ ജാർവിസ് ബുദ്ധിപരമായി പെഗ്ഗിയെ തടയുന്നു. ജാർവിസ് പെഗ്ഗിയെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. പെഗ്ഗി ഇത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ
എങ്ങനെ കണ്ടെത്തി എന്നൊരു ചോദ്യം വരും. അപ്പൊ പെഗ്ഗിക്ക് ആ സിംബലിന്റെ കാര്യം പറയേണ്ടി വരും. സിംബലിന്റെ കാര്യം പറയുകയാണെങ്കിൽ കപ്പലിലുള്ള ആ സിംബൽ ആര് പറഞ്ഞു തന്നു എന്നും പറയേണ്ടി വരും. അപ്പോ മരിച്ച സയന്റിസ്റ്റിലേക്ക് തന്നെ എല്ലാവരുടെയും നോട്ടം പോകും. അങ്ങനെ വന്ന് ഹോട്ട്സ്റ്റാർക്കും പെഗ്ഗിയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കും. മാത്രമല്ല പെഗ്ഗി ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒരുപക്ഷെ അവളുടെ ഓഫീസിലുള്ള മറ്റു പുരുഷന്മാർ എങ്ങനെയെങ്കിലും പെഗ്ഗിയെ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതൊക്കെ ജാർവിസ് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എടുത്തു ചാടി ഈ കാര്യം ഏജന്റ്സിനോട് പറയാതെ ഇരുന്നത് നന്നായി എന്ന് പെഗ്ഗിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് അവരെ അറിയിച്ചേ പറ്റൂ. അതിന് ജാർവിസ് ഒരു വഴി കണ്ടെത്തുന്നു. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ടെലിഫോണിൽ നിന്ന് ജാർവിസ് ഏജന്റ് സൂസയെ വിളിക്കുകയാണ്. എന്നിട്ട് ശബ്ദം മാറ്റി ഹോട്ട്സ്റ്റാർക്കിന്റെ ടെക്നോളജി കടൽ തീരത്തുള്ള ഒരു ബോട്ടിലുണ്ടെന്നും ആ ബോട്ടിന്റെ നമ്പറും ലൊക്കേഷനും എന്താണെന്നും പറഞ്ഞു കൊടുക്കുന്നു. ഈ സമയത്ത് പെഗ്ഗി ഒറ്റയ്ക്ക് ആ കപ്പലിന്റെ അടിയിൽ നിൽക്കുകയാണ്. ഒരു കാലൊച്ച കേട്ട് ജാർവിസ് കോൾ ചെയ്ത് തിരിച്ചു വന്നതാണെന്ന് കരുതി പെഗ്ഗി നോക്കിയപ്പോ അത് ജാർവിസ് ആയിരുന്നില്ല. ഈ ടെക്നോളജി മോഷ്ടിച്ചവരുമായി എന്തോ ബന്ധമുള്ള ആളാണത്. ഒരു തടിയനായ ആജാനുബാഹു. തന്നെക്കാൾ സൈസിൽ വലിയ ആ ജിമ്മനെ കണ്ട് പെഗ്ഗി ഒരു നിമിഷം ഞെട്ടിപ്പോയി. അയാൾ പെഗ്ഗിയെ കൊല്ലാൻ വേണ്ടി ഓടിയെടുക്കുകയാണ്. ഒരുപാട് നേരം പെഗ്ഗി അയാളെ തന്റെ സ്പെഷ്യൽ ഫൈറ്റിംഗ് സ്കിൽ വെച്ച് നേരിട്ട് നിന്നു. പക്ഷെ അയാൾ തന്റെ ശക്തി ഉപയോഗിച്ച് പെഗ്ഗിയെ നിലത്ത് കുത്തിപ്പിടിച്ച് നിർത്തുകയാണ്. എന്നിട്ട് പെഗ്ഗിയെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്താണ് ജാർവിസ് കറക്റ്റ് സമയത്ത് വന്ന് അയാളുടെ തലക്കടിക്കുന്നത്. എന്നിട്ടും ആ ജിമ്മനൊന്നും പറ്റിയില്ല. അയാൾ ജാർവിസിന്റെ അടുത്ത് പഞ്ഞിക്കിടാൻ തുടങ്ങി. ഈ സമയത്ത് വേറൊരു രക്ഷയുമില്ലാത്തത് കൊണ്ട് പെഗ്ഗി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹോട്ട്സ്റ്റാർക്കിന്റെ എല്ല് നുറുങ്ങിപ്പോകുന്ന ആ ഡിവൈസ് എടുത്ത് ജിമ്മന്റെ കയ്യിൽ പ്രയോഗിക്കുകയാണ്. നിമിഷ നേരം കൊണ്ട് അയാളുടെ കയ്യിലെ മസിലുകൾ വെലിഞ്ഞു ചുരുക്കി എല്ലുകൾ ഒടിഞ്ഞു നുറുങ്ങി പോകാൻ തുടങ്ങി. പെഗ്ഗി അയാളെ അടിച്ച് ബോധം കെടുത്തുകയാണ്. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു വണ്ടിയുടെ സൈറൻ കേൾക്കുന്നു. ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി പെഗ്ഗിയും ജാർവിസും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞാണ് ഏജന്റ് സൂസയും ക്രിസ്മൻസ്കിയും അങ്ങോട്ട് വരുന്നത്. അവർ ജാർവിസ് പറഞ്ഞതനുസരിച്ച ലൊക്കേഷനിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവർ ആ കപ്പൽ കണ്ടെത്തി. അതിന്റെ അടിയിൽ ചെന്ന് നോക്കിയപ്പോ താഴെ ഒരാൾ വീണ് കിടക്കുന്നുണ്ട്. മാത്രമല്ല ഹോട്ട്സ്റ്റാർക്കിന്റെ ടെക്നോളജിയും അവിടെ ഇരിക്കുന്നുണ്ട്. അവർ ഈ കാര്യം മേലധികാരിയെ അറിയിക്കുകയാണ്. മേലധികാരിയും ഏജന്റ് തോംസണും അങ്ങോട്ട് വരുന്നു. അങ്ങനെ അവരും ഏജന്റ് സൂസയും കൂടി ഹോട്ട്സ്റ്റാർക്കിന്റെ ടെക്നോളജി ഒരു ട്രക്കിൽ എടുത്തുകൊണ്ട് പോകുന്നു. അവിടെ വീണ് കിടന്നിരുന്ന ജിമ്മനെ കൊണ്ടുവരാനുള്ള ചുമതല ക്രിസ്മൻസ്കിയെ ഏൽപ്പിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ദൂരെ നിന്ന് തൊപ്പിവെച്ച ഒരു അജ്ഞാതൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ജിമ്മനെ വിലങ്ങ് വെച്ച് ക്രിസ്മൻസ്കി ഒരു കാറിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവിടെയുള്ള സിഗ്നലിൽ ചുവന്ന വെളിച്ചം തെളിയുന്നു. ഏജന്റ് ക്രിസ്മൻസ്കി കാർ നിർത്തി. പക്ഷെ അപ്പോഴാണ് ക്രിസ്മൻസ്കിയുടെ കാറിന്റെ പിന്നിൽ വേറൊരു കാർ വന്നിടിക്കുന്നത്. ഇത് ഏതവനാണ് എന്റെ കാറിൽ വന്നിടിച്ചതെന്ന് പറഞ്ഞ് ഏജന്റ് ക്രിസ്മൻസ്കി പുറത്തേക്ക് ഇറങ്ങുന്നു. പക്ഷെ എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ തൊപ്പിവെച്ച അജ്ഞാതനായ ആൾ ഒരു തോക്കെടുത്ത് ഏജന്റ് ക്രിസ്മൻസ്കിയെ വെടിവെച്ച് കൊല്ലുകയാണ്. അതിനുശേഷം കാറിൽ ലോക്ക് ചെയ്തു വെച്ചിരുന്ന ആ ജിമ്മനെയും അയാൾ വെടിവെച്ച് കൊല്ലുന്നു. ഇതിപ്പോ ഫുൾ അജ്ഞാതന്മാരാണ്. ഒരു അജ്ഞാതൻ പോയി കഴിഞ്ഞപ്പോ വേറൊരു അജ്ഞാതൻ വന്നിരിക്കുന്നു. അടുത്ത ദിവസം പെഗ്ഗി ഓഫീസിലേക്ക് വരികയാണ്. അപ്പോഴാണ് അവിടെയുള്ള എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പെഗ്ഗി കാണുന്നത്. ഏജന്റ് തോംസണും ഏജന്റ് സൂസയും എല്ലാം വളരെ വിഷമത്തിലാണ്. അപ്പോഴാണ് പെഗ്ഗി ഏജന്റ് ക്രിസ്മൻസ്കിയുടെ ഡെസ്കിൽ ഒരുപാട് പൂവുകൾ വെച്ചിരിക്കുന്നത് കാണുന്നത്. ഏജന്റ് ക്രിസ്മൻസ്കിക്ക് എന്തോ പറ്റിയെന്ന് പെഗ്ഗിക്ക് മനസ്സിലായി. അവൾ ഏജന്റ് സൂസയോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം വെടിയേറ്റ് മരിച്ചു എന്നുള്ള കാര്യം ഏജന്റ് സൂസ പെഗ്ഗിയോട് പറയുന്നത്. മാത്രമല്ല ഏതോ ഒരുത്തൻ ഫോണിൽ വിളിച്ചാണ് ആ കപ്പലിന്റെ ലൊക്കേഷൻ പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും ഏജന്റ് ക്രിസ്മൻസ്കിയെ കൊന്നതും അവൻ തന്നെ ആയിരിക്കുമെന്ന് ഏജന്റ് സൂസ പറയുകയാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ആ കോൾ വിളിച്ചവനെ ഞാൻ കണ്ടെത്തുമെന്നാണ് ഏജന്റ് സൂസ പറയുന്നത്. വിഷമിച്ചിരിക്കുന്ന എല്ലാവരുടെയും അടുത്തേക്ക് മേലധികാരി വരികയാണ്. തന്റെ കൂട്ടത്തിൽ ഒരാളെ നഷ്ടപ്പെട്ടതിൽ മേലധികാരിക്ക് നല്ല വിഷമമുണ്ട്. ഈ കൊലയ്ക്ക് പിന്നിൽ ഹോട്ട്സ്റ്റാർക്ക് ആയിരിക്കുമെന്നാണ് മേലധികാരി പറയുന്നത്. ഇനിയും നമ്മളുടെ ടീമിൽ ഒരാൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോട്ട്സ്റ്റാർക്കിനെ പിടിക്കാനുള്ള പണി തുടങ്ങണമെന്ന് മേലധികാരി പറയുന്നു. ക്രിസ്മസ്കി മരിച്ച കാര്യം അയാളുടെ ഭാര്യയോട് താൻ പറയാമെന്ന് പറഞ്ഞ് മേലധികാരി പോവുകയാണ്. അപ്പോഴാണ് ഏജന്റ് തോംസൺ പറയുന്നത് ഏജന്റ് ക്രിസ്മൻസ്കി മരിച്ച കാര്യം അയാളുടെ ഗേൾ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞോളാമെന്ന്. അതായത് ഏജന്റ് ക്രിസ്മൻസ്കിക്ക് ഒരേ സമയം ഭാര്യയും ഉണ്ട്, വേറൊരു ഗേൾ ഫ്രണ്ടും ഉണ്ട്. വെറുതെ അല്ല പെട്ടെന്ന് ദൈവം മുകളിലേക്ക് വിളിച്ചത്. ഏജന്റ് ക്രിസ്മൻസ്കി തന്നോട് അത്ര നന്നായി പെരുമാറിയിരുന്ന ആളല്ലെങ്കിലും അയാൾ മരിച്ചു പോയപ്പോ പെഗ്ഗിക്ക് നല്ല വിഷമമായി. കാരണം പെഗ്ഗിയും ജാർവിസും കൂടി ആ കോൾ വിളിച്ച് അവരെ അങ്ങോട്ട് വരുത്തിയില്ലായിരുന്നെങ്കിൽ ക്രിസ്മൻസ്കിയെ ആരും കൊല്ലില്ലായിരുന്നു. ഈ കാര്യമോർത്ത് പെഗ്ഗി ഒരുപാട് വിഷമിക്കുകയാണ്. വിഷമം വന്നാൽ പെഗ്ഗി നേരെ പോകുന്നത് ആൻജി ജോലി ചെയ്യുന്ന ഹോട്ടലിലേക്കാണ് ആൻജിയോട് കാര്യങ്ങളൊക്കെ പറയാൻ. പക്ഷേ ആൻജിയും പെഗ്ഗിയും തമ്മിൽ ഇപ്പൊ ചെറിയ പിണക്കത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ പെഗ്ഗി ആൻജിയുടെ അടുത്ത് വന്നിരുന്നപ്പോ ആൻജി പെഗ്ഗിയെ അധികം മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് മാത്രമാണ് ആൻജി പെഗ്ഗിയോട് ചോദിക്കുന്നത്. പക്ഷെ പെഗ്ഗി ആൻജിയോട് തന്റെ ഇന്നത്തെ ദിവസം വളരെ മോശമായിരുന്നെന്നും അതിനെപ്പറ്റി കുറച്ചു സമയം സംസാരിക്കണമെന്നും ആൻജിയോട് പറയുകയാണ്. ഇവർ തമ്മിൽ ചെറിയൊരു പിണക്കത്തിലായിരുന്നതുകൊണ്ട് ആദ്യം തനിക്ക് പറ്റില്ലെന്ന് പറയാനാണ് ആൻജി വന്നത്. പക്ഷെ പെഗ്ഗിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് ആൻജിക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ല. എന്താണ് ഉണ്ടായതെന്ന് പറയാൻ പെഗ്ഗിയോട് ആൻജി പറയുന്നു. അപ്പോഴാണ് തന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ ഇന്ന് മരിച്ചുപോയ കാര്യമൊക്കെ പെഗ്ഗി ആൻജിയോട് പറയുന്നത്. ആൻജി ആളുകളെ ആശ്വസിപ്പിക്കാൻ വളരെ മിടുക്കിയാണ്. അവൾ പെഗ്ഗിയെ ഒരു തരത്തിൽ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും
വീണ്ടും ഫ്രണ്ട്സ് ആവുന്നു. ഇങ്ങനെയാണ് എപ്പിസോഡ് 3 അവസാനിക്കുന്നത്. പക്ഷേ ഇപ്പൊ ബാക്കി നിൽക്കുന്ന ഒരു സംശയം, ആരാണ് തൊപ്പി വെച്ച പുതിയ അജ്ഞാതൻ? പെഗ്ഗിയെയും ജാർവിസിനെയും കണ്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും അയാൾ അവരെ കൊല്ലാൻ വരാനും സാധ്യതയുണ്ട്. ഹോവാർഡ് സ്റ്റാർക്കിന്റെ 2 ടെക്നോളജികൾ നമ്മൾ കണ്ടു. ഇത് രണ്ടും ഇത്ര മാരകമാണെങ്കിൽ ഇനി ബാക്കിയുള്ള ടെക്നോളജികളൊക്കെ എത്ര മാരകമായിരിക്കും? ഇതൊക്കെ ആരുടെ കയ്യിലായിരിക്കും? ഇതെല്ലാം കണ്ടെത്താൻ പെഗ്ഗിക്കും ജാർവിസിനും പറ്റുമോ? ഇതറിയാനായി അടുത്ത എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക. ഏജന്റ് കാർട്ടർ എന്ന് പറയുന്ന ഈ മൊത്തം സീരീസിൽ ആകെ കൂടി 18 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.